ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ. വീക്ക്ലി നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ കയ്യിലുള്ള മിനിമൽ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കുട്ടി നൈറ്റ് സ്കിൻ കെയർ റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ സ്കിൻ കെയറിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ക്ലെൻസിങ്. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് ഹിമാലയയുടെ പ്യൂരിഫയിങ് നീം ഫേസ് വാഷാണ്. ഇത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷാണ് കേട്ടോ. കുറേ കാലങ്ങളോളമായിട്ട് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. മുൻപേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കാണിച്ചിട്ടുള്ളത് അധികവും ഈ ഒരു ഹിമാലയ പ്യൂരിഫയിങ് നീം ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. നല്ലൊരു ഫേസ് വാഷായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഡിസ്കംഫേർട്ടോ ഇറിറ്റേഷൻസോ ഒന്നും ഇത് യൂസ് ചെയ്തിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഭയങ്കര അഫോർഡബിളാണ്, ഈസിലി അവൈലബിളാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫേസ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫേസ് ഒന്ന് നനച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ഫേസ് വാഷിൽ നിന്ന് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ മുഖത്തുള്ള ആ ഒരു അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് സമയം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ നാടൻ പച്ച വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ വരുന്ന ഡാർക്ക് സർക്കിൾസ് ഒരു പരിധി വരെ നമുക്കൊന്ന് ലിമിറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ കോക്കനട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് നമ്മുടെ അണ്ടർ ഐസ്. ഈയിടെയായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലപോലെ ഡാർക്ക് സർക്കിൾസ് വന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ജെയ്ഡ് റോളറിൻ്റെ ഈ ഒരു ചെറിയ ആ ഒരു എൻഡ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് ഞാനൊരു ഫേസ് സ്ക്രബാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫേസ് സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇത് തക്കാളിയുടെ നീരാണ്. തക്കാളി ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കോഫി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കോഫി പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു സ്ക്രബ് ഫേസിലോട്ട് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഡെഡ് സ്കിൻസൊക്കെ പോകും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അതൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കോഫി പൗഡർ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. ഫേസ് സ്ക്രബിന് ശേഷം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ഷീറ്റ് മാസ്ക് ആണ് കേട്ടോ. അത് ഞാൻ സ്റ്റുഡിയോന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന നിയാസിനമൈഡിൻ്റെ ഷീറ്റ് മാസ്ക് ആണ്. സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ആ ഒരു ഷീറ്റ് മാസ്കിൻ്റെ മുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഷീറ്റ് മാസ്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ഞാൻ എപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും അതിങ്ങനെ ചുരുണ്ട് ഒരവസ്ഥയായിട്ടിരിക്കും. അപ്പം അത് എനിക്ക് എപ്പോഴും വലിയൊരു ടാസ്ക്കാണ് ഷീറ്റ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഷീറ്റ് മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു ഗ്ലോ എനിക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഷീറ്റ് മാസ്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വേണമെന്ന് തോന്നുമ്പോൾ മാത്രമേ ഞാൻ പർച്ചേസ് ചെയ്ത് വെക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഷീറ്റ് മാസ്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം ഞാൻ ആ ഒരു ഷീറ്റ് മാസ്ക് എൻ്റെ ഫേസിലൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നമ്മുടെ അന്ന് മേടിച്ച ജെയ്ഡ് റോളർ ഉണ്ടല്ലോ, ജെയ്ഡ് റോളർ വെച്ചിട്ട് അതിൻ്റെ ബിഗ് എൻഡ് വെച്ചിട്ടാണ് ഫേസിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത്. സ്മോൾ എൻഡ് വരുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഏരിയയിലൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫേസിലോട്ട് വരുമ്പോൾ ഈ ബിഗ് ഏരിയ വെച്ചിട്ടാണ് കേട്ടോ മസാജ് ചെയ്യേണ്ടത്. അന്ന് ഞാൻ മേടിച്ചപ്പോഴത്തേക്കും ഇപ്പോഴാണ് കേട്ടോ ജെയ്ഡ് റോളർ ഞാൻ യൂസ് ചെയ്യുന്നത്. ഗുവാഷ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ് ഷീറ്റ് മാസ്ക് വെച്ചതിന് ശേഷം ഞാൻ ഷീറ്റ് മാസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ കവറിലുണ്ടായിരുന്ന എക്സസ് സീറം ഉണ്ടല്ലോ, അത് ഞാൻ ഫേസിലും നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്വാഷ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മുന്നേ ചെയ്തതുപോലെ തന്നെ ഫുള്ളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഗുവാഷ മസാജിങ് ചെയ്തതിന് ശേഷം ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരേപോലെ തന്നെ നമ്മുടെ ഫേസിലും നെക്കിലും ഒരേപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഡേം ഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമാണ് കേട്ടോ. കണ്ടില്ലേ, ഇത് ഏകദേശം എൻ്റെ യൂസ് ചെയ്ത് തീരാനായിട്ടുണ്ട്. ഫേസിലും നെക്കിലും ഒരേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഒരു റൂട്ടീൻ നമ്മൾ ചെയ്തതിന് ശേഷം പിറ്റേന്ന് വെയിലത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തായാലും നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. അത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതോടുകൂടി നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ഞാനിവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ.